ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 1 വീക്ക് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. ആലപ്പുഴയിൽ ചേർത്തലയിലായിരുന്നു. ദാ ഇപ്പോൾ കോഴിക്കോട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലാണുള്ളത്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച്. ഡെയിലി ഞാൻ കാണുന്ന ബീച്ചാണ്. എല്ലാ ദിവസവും 2 നേരം മോളെ സ്കൂളിൽ വിടാനൊക്കെ ആ ബീച്ചിൽ കൂടെ തന്നെ പോകുന്ന ആളാണ്. എന്നാൽ ഇതുവരെ ഞാനിവിടുത്തെ ബോട്ട് റൈഡിങ്ങിൽ പോയിട്ടില്ല. അഡ്വഞ്ചറസ് ബോട്ട് ട്രിപ്പ് ഉണ്ടല്ലോ, അതിന് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഗോവയിലൊക്കെ പോയി പാരഗ്ലൈഡിങ് വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തോ ഇവിടെ നമുക്ക് അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊക്കെ ചാടി കയറി എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഇത്രയും കാലമായിട്ട് ഇതുണ്ടായിട്ട് ഇതുവരെ ഞങ്ങൾ കയറിയിട്ടില്ല. എപ്പോഴും സൺഡേസ് ബീച്ചിലോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മളിത് മുന്നേ മുതലേ വിചാരിക്കും. പക്ഷേ മോൾക്ക് നല്ല പേടിയാണ്. അവൾക്ക് കുറച്ച് അഡ്വഞ്ചറസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. എന്തായാലും ഇന്ന് അച്ഛൻ നമുക്ക് ഇതിന് പോവാമെന്ന് പറഞ്ഞപ്പോഴേക്കും 2 ആളും ഓക്കെ പറഞ്ഞ് ചാടി പുറപ്പെട്ട് വന്നതാണ്. ഞങ്ങൾ ആക്ച്വലി ട്രെയിനിൽ ഉച്ചയ്ക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നേരെ കോഴിക്കോട് ബീച്ചിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം വരെ അവിടെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു പരിപാടിക്ക് കയറാമെന്ന് വിചാരിച്ചത്. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങളുടെ ചാൻസിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആളുടെ മുഖത്ത് ചിരിയൊക്കെ ഉണ്ട്, എന്നാലും പേടി അത്യാവശ്യം നല്ലോണം ഉണ്ട്. അത് മുഖത്ത് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. സമയം ഏകദേശം 5 മണിയാണെങ്കിലും അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ബോട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അതാ നമ്മുടെ ബോട്ട് വരുന്നുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അതിലുള്ള പയ്യനെ കൊണ്ട് ഞാൻ 2 ഫോട്ടോ ക്ലിക്ക് ചെയ്യിപ്പിച്ചു, കുട്ടികളുടെയും എൻ്റെയും. പിന്നെ ഹസ്ബൻഡ് പിന്നെ ഫോട്ടോ എടുക്കാൻ നിൽക്കാത്തത് കൊണ്ട് പുള്ളിക്കാരൻ്റെ എടുത്തില്ല. ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചൊരു ധൈര്യം കിട്ടിയത് കുറച്ചൊരു ഉൾക്കടലിലേക്ക് എത്തിയപ്പോഴാണ്. ആ ഒരു വേവ്സിൻ്റെ ഫോഴ്സൊക്കെ കുറഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ ധൈര്യമായിട്ട് ക്യാമറ എടുത്ത് കയ്യിൽ പിടിച്ചത്. എന്നാലും കയ്യിൽ നിന്ന് വീഴുവോ എന്നുള്ളൊരു പേടി നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 മിനിറ്റത്തെ റൈഡ് കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചെത്തി.